വെൽക്കം ടു നെക്സ്റ്റ് ലെക്ചർ യൂണിഫോം കൺവേർജൻസ് ആൻഡ് ഡിഫറൻസിയേഷൻ. നമ്മൾ നേരത്തെ യൂണിഫോം കൺവേർജൻസ് ആൻഡ് ഇൻറ്റഗ്രേഷൻ കണ്ടായിരുന്നു. ഇത് അടുത്ത സെഷനാണ് യൂണിഫോം കൺവേർജൻസ് ആൻഡ് ഡിഫറൻസിയേഷൻ. സോ നമുക്ക് നേരെ തീരത്തിലേക്ക് പോവാം. സപ്പോസ് സീക്വൻസ് എഫ് എൻ ഇസ് എ സീക്വൻസ് ഓഫ് functions differentiable on AB. So we have a sequence Fn and each and every function is differentiable on the given interval AB and such that Fn of x naught converges for some point x naught on AB. Okay, interval AB le ഏതോ ഒരു പോയിന്റ് x naught ഈ sequence Fn എന്താണ് convergent ആണ്. If Fn dash, if sequence Fn dash converges uniformly on AB, then sequence Fn converges uniformly on AB to a function f and f dash x is limit n tends to infinity Fn dash of x for a less than or equal to x less than or equal to b. സോ തീരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സീക്വൻസ് എഫ് എൻ ഉണ്ട്. ഈ സീക്വൻസ് എഫ് എൻ ഇതാണ് എ ബി എന്നുള്ളൊരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഇതെല്ലാ ഫങ്ഷൻസും എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്. എവിടെ ഇൻ്റർവെൽ എ ബിയുടെ എല്ലാ ഫങ്ഷൻസും ഡിഫറൻഷ്യബിൾ ആണ്. ഇനി എ ബിയുടെ അകത്ത് ഇതിൻ്റെ അകത്തൊരു ഏതോ ഒരു പോയിൻ്റ് എക്സ് നോട്ട് ഉണ്ട്. ഈ എക്സ് നോട്ടിൽ ഈ സീക്വൻസ് എന്താണ് കൺവേർജൻ്റ് ആണ്. സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് എന്താണ് കൺവേർജ് ചെയ്യും. ഒരു പോയിന്റിൽ കൺവേർജൻസ് വന്നിട്ടുണ്ട്. ഇതുവരെ കൺവേർജൻസ് കാര്യം പറഞ്ഞിട്ടില്ല. സീക്വൻസ് എഫ് എൻ സീക്വൻസ് ഉണ്ട്, എല്ലാ ഫങ്ഷൻസും ഡിഫറൻഷ്യബിൾ ആണ്, അത് കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു പോയിന്റ് എക്സ് നോട്ടിൽ ഈ സീക്വൻസ് എന്താണ് കൺവേർജൻ്റ് ആണ്. മാത്രമല്ല ഒരു കാര്യം തന്നിട്ടുണ്ട്, ഈ സീക്വൻസ് എഫ് എന്നിലുള്ള ഫങ്ഷനുകളുടെയൊക്കെ ഡെറിവേറ്റീവ്സ്, അതായത് സീക്വൻസ് പുതിയ സീക്വൻസ് കൺസിഡർ ചെയ്യുക. എഫ് വൺ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എഫ് വൺ ഡാഷ്, എഫ് ടു ഡാഷ്, എഫ് ത്രീ ഡാഷ്, എക്സെട്ര എഫ് എൻ ഡാഷ്, ഇങ്ങനെയുള്ളൊരു സീക്വൻസ് ഉണ്ടെങ്കിൽ ഈ സീക്വൻസ് യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എന്നാണ് പറയണത്. യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എവിടെ ഇൻ്റർവൽ എ ബിയിൽ യൂണിഫോംലി കൺവേർജൻ്റ് ആണ് ഈ സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? സീക്വൻസ് എഫ് എൻ യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് കാണിക്കണം. ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എഫ് എൻ തന്നിട്ടുണ്ട്, അത് ഡിഫറൻഷ്യബിൾ, എല്ലാ ഫംഗ്ഷൻസും ഡിഫറൻഷ്യബിൾ ആണ്. ഇൻ്റർവൽ എ ബിയിൽ ഏതോ ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താണ് കൺവേർജൻ്റ് ആണ്. അത് മാത്രമല്ല ഈ തന്നിരിക്കുന്ന സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് സീക്വൻസ് എന്താണ് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കേണ്ടത് സീക്വൻസ് യൂണിഫോംലി കൺവേർജൻ്റ് ആവുമെന്ന് കാണിക്കണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. മാത്രമല്ല നമുക്ക് ഈ ഒരു റിസൾട്ടും പ്രൂവ് ചെയ്യണം. ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ ഫൈൻ. സോ പ്രൂഫിലേക്ക് പോകാം. ലെറ്റ് എക്സ് നോട്ട് ബിലോങ് ടു എ ബി. നമ്മൾ ഒരു പോയിന്റിൽ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ കൺവേർജൻ്റ് ആണെന്ന് തന്നിരുന്നല്ലോ. ഓക്കെ, ആ പോയിൻ്റാണ് നമ്മൾ എക്സ് നോട്ട് നിൽക്കുന്നത്. സോ ലെറ്റ് എക്സ് നോട്ട് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവൽ എ ബി ആൻഡ് സപ്പോസ് എഫ് എൻ ഓഫ് എക്സ് നോട്ട് കൺവേർജസ്. ഓക്കെ, ദാറ്റ് ഇംപ്ലീസ് എഫ് എൻ ഓഫ്, അതിൻ്റെ അർത്ഥം എന്താ? എഫ് എൻ ഓഫ് എക്സ് നോട്ട് ഇസ് എ കോഷി സീക്വൻസ്. സീക്വൻസ് കൺവേർജൻ്റ് ആണ്, ഉറപ്പായിട്ട് എന്തായിരിക്കും? കോഷി സീക്വൻസ് ആയിരിക്കും. അത് ഒരു കാര്യം അത് നിൽക്കട്ടെ. ഇനി അടുത്തത്, സപ്പോസ് എഫ് എൻ, പിന്നെ നമുക്ക് വേറെ കാര്യം തന്നിട്ടുണ്ട്. ഈ എഫ് എന്നുകളുടെയൊക്കെ ഡെറിവേറ്റീവ് സീക്വൻസും യൂണിഫോംലി കൺവേർജ് തന്നിട്ടുണ്ട്. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. സപ്പോസ് എഫ് എൻ ഡാഷ് കൺവേർജസ് യൂണിഫോംലി ഓൺ എ ബി. യൂണിഫോംലി ആണെന്ന് സപ്പോസ് ചെയ്യുക. നമുക്ക് സപ്പോസ് ചെയ്യാം, കാരണം തന്നിട്ടുള്ള കാര്യമാണ്. ദെൻ ബൈ കോഷി ക്രൈറ്റീരിയൻ എന്ത് പറയാൻ പറ്റും? വി ക്യാൻ ചൂസ് എൻ ബിലോങ് ടു എൻ സച്ച് ദാറ്റ് ഫോർ എം കോമ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നമുക്ക് രണ്ട് കണ്ടീഷൻസ് കിട്ടും. എന്തൊക്കെയാണ്? ഒന്ന്, സീക്വൻസ് എഫ് എൻ എക്സ് നോട്ടിൽ കൺവേർജൻ്റ് ആയത് കാരണം ഇക്വേഷൻ നമ്പർ 1 നമുക്ക് മോഡ് എഫ് എൻ ഓഫ് എക്സ് നോട്ട് മൈനസ് എഫ് എം ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. ഇനി എഫ് എൻ ഡാഷുകൾ ഡെറിവേറ്റീവ് സീക്വൻസ് യൂണിഫോംലി കൺവേർജൻ്റ് ആയത് കാരണം നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എഫ് എൻ ഡാഷ് ഓഫ് ടി മൈനസ് എഫ് എം ഡാഷ് ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ. എപ്സിലോൺ ബൈ 2 ഇൻറ്റു ബി മൈനസ് എന്നുള്ളത് നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ എപ്സിലോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് എപ്സിലോൺ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ ഫോർ എവരി ടി കമ്മിങ് ഫ്രം എ ബി. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇക്വേഷൻ നമ്പർ 1 കിട്ടും, ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഇക്വേഷൻ നമ്പർ 1 കിട്ടുന്നത് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിലെ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ കൺവേർജൻസും, ഇക്വേഷൻ 2 കിട്ടുന്നത് ഡെറിവേറ്റീവ് സീക്വൻസിൻ്റെ യൂണിഫോം കൺവേർജൻസ് ഉപയോഗിച്ചിട്ടുമാണ്. രണ്ടും നമ്മൾ കോഷി ക്രൈറ്റീരിയനാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഇക്വേഷൻസ് 1 and 2 നമുക്ക് മനസ്സിലായി. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് എൻ മൈനസ് എഫ് എം. ഓക്കെ, ഒരു എഫ് എൻ മൈനസ് എഫ് എം എന്നുള്ളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. അതായത് ആ സീക്വൻസിലെ nth ഫംഗ്ഷനും mth ഫംഗ്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എഫ് എൻ മൈനസ് എഫ് എം. അത് കൺസിഡർ ചെയ്യാം. ഉറപ്പായിട്ടും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കാരണം എന്താ? ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവും. കാരണം എഫ് എനും ഡിഫറൻഷ്യബിൾ ആണ്, എഫ് എം ഡിഫറൻഷ്യബിൾ ആവും. എഫ് എൻ മൈനസ് എഫ് എം എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. സോ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് നമുക്ക് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോകണം. എവിടെ? എഫ് എൻ മൈനസ് എഫ് എം എന്നുള്ള ഫംഗ്ഷന് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുക ഓൺ സം ഇൻ്റർവൽ ടി എക്സ്. സോ ഇൻ്റർവൽ എ ബി കൺസിഡർ ചെയ്തിട്ട് ഇൻ്റർവൽ എ ബിയിലെ ഒരു പോയിന്റ് ഇവിടെ ടി കൺസിഡർ ചെയ്തു, ഇവിടെ എക്സ് കൺസിഡർ ചെയ്തു. സോ ഈ കാണുന്ന ഇൻ്റർവൽ നമ്മൾ എന്ത് ചെയ്യണു? ഒരു മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താണ് മീൻ വാല്യൂ തിയറം പറയണേ? നമ്മുടെ ഫംഗ്ഷൻ ഏതാ? എഫ് എൻ മൈനസ് എഫ് എം ആണ് നമ്മുടെ ഫംഗ്ഷൻ. സോ മീൻ വാല്യൂ തിയറം എന്താ പറയണേ?
എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് ടി ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും, എക്സ് മൈനസ് ടി വിൽ ബി ഈക്വൽ ടു എഫ് എൻ മൈനസ് എഫ് എം ഡാഷ് ഓഫ് ടി. കണ്ടോ, ഇതാണ് നമ്മൾ ശരിക്കും മീൻ വാല്യൂ. നമ്മൾ ഇതിന് ഈ ടേമിനെ മോഡ് ഓഫ് എക്സ് മൈനസ് ടി എന്നുള്ള നമ്മൾ എന്ത് ചെയ്തിരിക്കണു, അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, സോ ദിസ് ഇസ് അവർ യൂഷ്വൽ മീൻ വാല്യൂ തിയറം. ഓക്കെ, സോ എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് ടി ഇസ് ഈക്വൽ ടു mod of x minus t into fn minus fm dash of t dash, where t dash is some point between t and x. ഇതാണ് നമ്മൾ സാധാരണ മീൻ വാല്യൂ തിയറം പറയണേ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, mod of x minus t into ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ എഫ് എൻ മൈനസ് എഫ് എം ഡാഷ് ഓഫ് ടി എന്നുള്ളത് എന്താണ്, എഫ് എൻ ഡാഷ് ഓഫ് ടി ഡാഷ് മൈനസ് എഫ് എം ഡാഷ് ഓഫ് ടി ഡാഷ് ആണ്. ജസ്റ്റ് ഒന്ന് ആ ഫംഗ്ഷൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ, പോയിന്റ് ഇൻഡിവിജ്വൽ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് വെരി സിമ്പിൾ. നൗ ഇവിടെ വരാൻ പോണത് ഓക്കെ, എഫ് എൻ ഡാഷ് ഓഫ് ടി ഡാഷ് മൈനസ് എഫ് എം ഡാഷ് ഓഫ് ടി ഡാഷ് നമ്മൾ മുന്നേ എന്ത് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് ലെസ് ദാൻ, നമ്മൾ ഇക്വേഷൻ നമ്പർ 2 പ്രകാരം ഉണ്ടോ, ലെസ് ദാൻ എന്ത് കിട്ടിയിട്ടുണ്ട്, എപ്സിലോൺ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ കിട്ടിയിട്ടുണ്ട് ഫോർ എവറി ടി കമ്മിങ് ഫ്രം എ ബി. സോ ടി ഡാഷ് ഇവിടെ നമ്മുടെ ഈ കേസ് ടി ഡാഷ് എ ബിയുടെ ഇടയിലായത് കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും, വി ക്യാൻ റൈറ്റ് ദിസ് പാർട്ട് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു മോഡ് എക്സ് മൈനസ് ടി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സ് മൈനസ് ടി എന്നുള്ളത് എന്തായിരുന്നു, ഇൻറ്റർവൽ എ ബി എന്ന് പറഞ്ഞ ഇൻറ്റർവലിലെ ഏതോ 2 പോയിൻ്റാണ് ഒരു ടിയും എക്സും, ആർബിട്രറി പോയിൻറ്റ്സ് ആണ്. സോ ഇതിൻ്റെ ഈ ടിയും ആർബിട്രറി ആയിട്ടുള്ള ഈ ടിയും എക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, മോഡ് ഓഫ് എക്സ് മൈനസ് ടി കാണിക്കുന്നത്. സോ ഈ ആർബിട്രറി ആയിട്ട് 2 പോയിൻ്റ് എടുത്താൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ മാക്സിമം പോസിബിലിറ്റി എന്തായി ഇൻ്റർവലിൽ, ടി എയും എക്സ് ബി ആകുമ്പോഴാണ് മാക്സിമം പോസിബിലിറ്റി വരിക എന്ന് പറഞ്ഞാൽ എ ബി ആണ് എ മൈനസ് മോഡ് ഓഫ് എ മൈനസ് ബി ആണ് മാക്സിമം പോസിബിലിറ്റി. സോ ഒബ്വിയസ്ലി ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എക്സും ടിയും എയും ബി ആണെങ്കിൽ തന്നെ എന്ത് വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും, ബി മൈനസ് എ വരും. സോ ആ ബി മൈനസ് എയും ഈ ബി മൈനസ് എയും ക്യാൻസൽ ആവും. സോ ലെസ് എന്ത് കിട്ടും, എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ എന്ത് കിട്ടിയേക്കുന്നത്, മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് ടി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചേക്കണം. ഓക്കെ, ഇതിൽ ഓരോ സ്റ്റേജിലും കിട്ടിയിട്ടുള്ള റിലേഷൻസ് നമുക്ക് അത്യാവശ്യമാണ്. ഇത് ഇക്വേഷൻ നമ്പർ 4, ഇതാണ് ഇക്വേഷൻ നമ്പർ 4 നമുക്ക് ആവശ്യം വരും. ഇക്വേഷൻ നമ്പർ 3 ഇതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ഓരോ സ്റ്റേജിലും നമുക്ക് വളരെ ആവശ്യമുള്ള കുറേ സ്റ്റെപ്പുകളാണ് കാണുന്നത്. ഓക്കെ ഇല്ല, ഓക്കെ. അടുത്തത് ഇനി നോക്കൂ, നൗ മോഡ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് എം ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. നമ്മൾക്ക് ഇനി കുറച്ച് ടേം ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് കാണിക്കേണ്ടത് സീക്വൻസ് എഫ് എൻ്റെ യൂണിഫോം കൺവേർജൻസ് ആണ്. സോ നമ്മൾ സീക്വൻസ് എഫ് എൻ്റെ കറസ്പോണ്ടിങ് കോഷി ക്രൈറ്റീരിയനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആർബിട്രറി ആയിട്ട് മോഡ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് എടുത്തു. സോ മോഡ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് എം ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇത് ഉണ്ടോ, എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് എം ഓഫ് എക്സ്. നമ്മൾ എഫ് എൻ ഓഫ് എക്സ് നോട്ട് എന്നുള്ള ടേം സബ്ട്രാക്ട് ചെയ്യുന്നു, എഫ് എൻ ഓഫ് എക്സ് നോട്ട് എന്നുള്ള ടേം ആഡ് ചെയ്യുന്നു. അതുപോലെ എഫ് എം ഓഫ് എക്സ് നോട്ട് ആഡ് ചെയ്യുന്നു, എഫ് എം ഓഫ് എക്സ് നോട്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. സോ 2 നമ്പറുകൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ 2 വാല്യൂസ്, അതാണ് നമ്മൾ ആകെപ്പാട് ചെയ്യുന്നുള്ളൂ. സോ പ്രത്യേകിച്ച് നമ്മൾ ഇനി അവിടെ ഒരു ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഗോയിങ് ടു അപ്ലൈ ട്രയാങ്കിൾ ഇക്വാളിറ്റി. സോ ലെസ് ദാൻ ഓർ ഈക്വൽ നമ്മൾ എന്ത് ചെയ്തു, എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ്, എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് ഈ ടേം അങ്ങനെ തന്നെ നിർത്തി, മൈനസ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് നോട്ട്, എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് നോട്ട്. സോ ഇത് മൊത്തത്തിൽ ഒരെണ്ണമായിട്ട് കൺസിഡർ ചെയ്യുക. ബാക്കി നമ്മൾ വേറൊരു മോഡുലസിനുള്ളിൽ കിട്ടും. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഇക്വാളിറ്റി അപ്ലൈ ചെയ്യുന്ന അർത്ഥം എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് നോട്ട് പ്ലസ് മോഡ് എഫ് എൻ ഓഫ് എക്സ് നോട്ട് മൈനസ് എഫ് എം ഓഫ് എക്സ് നോട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇത് രണ്ട് നമുക്ക് എന്താ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ് ഫ്രം equation number 4 and equation number 1. So that is less than epsilon for every x coming from AB and n comma m greater than or equal to n. That means what? കാരണം ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവണമെങ്കിൽ ഏതാ ദിസ് പാർട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ എന്നും എമ്മും ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇതും ആവണമെങ്കിലും എന്നും എമ്മും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആവണം. അങ്ങനെയാണ് ഈ കണ്ടീഷൻ വരുന്നത്. കാരണം ഇവിടെ കോഷി ക്രൈറ്റീരിയ ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഈ കണ്ടീഷൻ കിട്ടിയത് കേട്ടോ. Okay, so we got mod of fn of x minus fm of x is less than epsilon for every x coming from AB and n comma m greater than or equal to n. That means what? Secant fn converges uniformly on AB by Cauchy convergence criterion. Okay, by Cauchy convergence criterion. So നമുക്ക് sequence fn uniformly convergent ആണെന്നുള്ള ആ റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ താഴെ കാണുന്ന നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിന് താഴെ നമ്മൾ കണ്ടിരുന്ന ഈ ഒരു റിസൾട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് എഫ് എന്നുള്ളൊരു ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കാണിക്കും. യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നത് കാണിച്ചു, എഫിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കാണിക്കണം. മാത്രമല്ല ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ഡെറിവേറ്റീവുകളുടെ ലിമിറ്റ് ഓഫ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദ ലിമിറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, സോ ലിമിറ്റ് ഓഫ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ലിമിറ്റ്. കാരണം എഫ് ഡാഷ് എക്സ് എന്താണ് ശരിക്കും ഡെറിവേറ്റീവ് ഓഫ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റിംഗ് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്.
സോ ലിമിറ്റ് എഫ് എന്നിൽ നമ്മൾ ഡി ബൈ ഡി ടി കൊടുക്കണമാണ്. ഡെറിവേറ്റീവ് ഓഫ് ലിമിറ്റാണ് എന്ത് വരുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് വരുന്നതാണ് നമ്മൾ ആക്ച്വലി പ്രൂവ് ചെയ്യുന്നത്. ലിമിറ്റും ഡെറിവേറ്റീവ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പ്രൊവൈഡഡ് കൺവേർജൻസ് ഇസ് യൂണിഫോം എന്നാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ എഫിൻ്റെ യൂണിഫോം കൺവേർജൻസ് നമ്മൾ ഗ്യാരണ്ടി ചെയ്തു. അങ്ങനെ യൂണിഫോംലി കൺവേർജൻ്റ് ആയിട്ടുള്ള എഫ് എൻ, സപ്പോസ് അത് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ഫോർ എവറി എക്സ് കമ്മിങ് ഫ്രം എ ബി. ഓക്കെ, നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഫോർ എക്സ് കമ്മിങ് ഫ്രം എ ബി, ക്ലോസ് ലെവൽ എ ബി, ഡിഫൈൻ ഫൈ എൻ ഓഫ് എക്സ് ആൻഡ് ഫൈ ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഫൈ എൻ ഓഫ് ടിയും എക്സ് അല്ല, ഫൈ എൻ ഓഫ് ടിയും ഫൈ ഓഫ് ടി. എന്താണ് ഫൈ എൻ ഓഫ് ടി? ഫൈ എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് എൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ ഫൈ എൻ ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇതുപോലെ ഫൈ ഓഫ് ടി എന്താണ്? എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ്. ബിക്കോസ് എഫ് നമുക്കറിയാം, അതെന്താ എഫ് എൻസിൻ്റെ ലിമിറ്റിംഗ് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് എൻ നമുക്ക് അറിയണാനും ഫൈ എനും കിട്ടും, എഫ് അറിയുന്ന കാരണം ഫൈയും കിട്ടി. രണ്ട് ഫംഗ്ഷൻ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യം സംശയമില്ല. ഓക്കെ, നോ ഫോർ ടി നോട്ട് ഈക്വൽ ടു എക്സ്, ടി എക്സ് ഈക്വൽ ടു എക്സ് ആണ്, ഇതൊന്നും നമുക്ക് ഡിഫൈൻഡ് ആവത്തില്ല, കാരണം എന്താ, ഡിനോമിനേറ്റർ 0 ആയിപ്പോൾ. ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ്, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഫൈ എൻ ഓഫ് ടി എന്താണെന്ന് നോക്കൂ. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഫൈ എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് എൻ ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് ആണ്. ഇതെന്താണ് ശരിക്കും എഫ് എൻ ഡാഷ് അല്ല, ഈ കാണുന്നത് എന്താ, എഫ് എൻ ഡാഷ് ഓഫ് എക്സ് ആണ്. ടി ടെൻസ് ടു എക്സ് എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് എൻ ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് എന്താണ്, എഫ് എൻ ഡാഷ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഫൈ എൻ ഓഫ് ടി എന്താണ്, എഫ് എൻ ഡാഷ് ഓഫ് എക്സ് ആണ് നമുക്ക് മനസ്സിലായി. ഇതുപോലെ മോഡ് ഓഫ് ഫൈ എൻ ഓഫ് ടി മൈനസ് ഫൈ എം ഓഫ് ടി എന്താണെന്ന് നോക്കണം. മോഡ് ഓഫ് നമ്മുടെ കോഷി കൺവേർജൻസിൻ്റെ ആ ഒരു രീതി ചെയ്തു നോക്കുന്നു മാത്രമേ ഉള്ളൂ. മോഡ് ഓഫ് ഫൈ എൻ ഓഫ് ടി മൈനസ് ഫൈ എം ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണത്, ഫൈ എൻ ഓഫ് ടിയുടെ ഡെഫിനിഷൻ എന്താണ്? ഫൈ എൻ ഓഫ് ടി വരുന്നത് എഫ് എൻ ഓഫ് ടി, ഈ ഡെഫിനിഷൻ അവിടെ അപ്ലൈ ചെയ്യണം. എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് എൻ ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ്. ഓക്കെ, സോ നമുക്ക് എന്ത് വരും ഇവിടെ നമുക്ക് മോഡ് ഓഫ് ഫൈ എൻ ഓഫ് ടി മൈനസ് ഫൈ എം ഓഫ് ടി എന്നുള്ളത് ഉണ്ടോ. നമുക്ക് ഇവിടെ എഫ് എൻ ഓഫ് ടി മൈനസ് എഫ് എൻ ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് മൈനസ് എഫ് എം ഓഫ് ടി മൈനസ് എഫ് എം ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് എന്ന് കിട്ടി. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, ടി മൈനസ് എക്സ് ആണ്. സോ മോഡുലസ് താഴെ മുകളിലും വേറെ വേറെ കൊടുത്തു. മുകളിൽ നമുക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുകളിൽ എന്ത് ചെയ്തു, എഫ് എൻ മൈനസ് എഫ് എം ഓഫ് ടി മൈനസ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് എന്ന് നമ്മളതിന് മാറ്റി. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ആൾജിബ്രേക്ക് എന്താ പറയുക, സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗ എഫ് എൻ മൈനസ് എഫ് എം ഓഫ് ടി മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് ടി മൈനസ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് ന്യൂമറേറ്റർ ഭാഗം. ഇതിൻ്റെ ന്യൂമറേറ്റർ ഭാഗം എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ ആണ്. ബൈ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ മുന്നേ അവിടെ ഇക്വേഷൻ നമ്പർ 3 മുകളിൽ പറഞ്ഞായിരുന്നു. അത് പ്രകാരം ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ, ന്യൂമറേറ്റർ അത് മൊത്തത്തിലല്ല, ഇത്രയും ഇതുകൂടെ വരുവേ കേട്ടോ. സോ ബൈ ഇക്വേഷൻ നമ്പർ 3 ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ വാട്ട്, എപ്സിലോൺ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു മോഡ് എക്സ് മൈനസ് ടി. നോക്കാം, നമുക്ക് തീരുന്നില്ലേ നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. എഫ് എൻ മൈനസ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് എൻ മൈനസ് എഫ് എം ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ ഇക്വേഷൻ നമ്പർ 3 നമുക്കിത് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്, എപ്സിലോൺ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു മോഡ് എക്സ് മൈനസ് ടി. ഓക്കെ, സോ ബൈ യൂസിങ് ദാറ്റ് നമുക്കിവിടെ അത് കിട്ടി. പിന്നെ ഇൻറ്റു എന്തുണ്ട് ഇവിടെ, ഡിനോമിനേറ്ററിലുള്ള 1 ബൈ ടി മൈനസ് എക്സ് ഇവിടെ കിടപ്പുണ്ട്. സോ ദീസ് ടു വിൽ ഗെറ്റ് ക്യാൻസൽഡ്. സോ നമുക്ക് എന്ത് കിട്ടും, സോ വിൽ ഗെറ്റ് ഫൈ എൻ ഓഫ് ടി മൈനസ് ഫൈ എൻ ഓഫ് എക്സ് ഓർ ഫൈ എൻ ഓഫ് ടി മൈനസ് ഫൈ എം ഓഫ് ടി എന്താണ്, ലെസ് ദാൻ ഒരു എന്ത് കിട്ടും, എപ്സിലോൺ ബൈ 2 ഇൻറ്റു ബി മൈനസ് എ ഫോർ എവറി എൻ കോമ എം എന്ന് കിട്ടി. ദാറ്റ് ഈസ് സീക്വൻസ് ഫൈൻ എന്താണ്, അതൊരു കോഷി സീക്വൻസ് ആയത്. കോഷി സീക്വൻസ് വെച്ചാൽ അപ്പോൾ കോഷി കൺവേർജൻസ് വരുന്നത് എന്താണ്, യൂണിഫോംലി കൺവേർജൻ്റ് ആയി. ഫോർ ടി നോട്ട് ഈക്വൽ ടു എക്സ്. സോ സീക്വൻസ് ഫൈ എന്താണ്, കൺവേർജസ് യൂണിഫോംലി ഫോർ ടി നോട്ട് ഈക്വൽ ടു എക്സ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ലിമിറ്റ് നോക്കുക. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഫൈ എൻ ഓഫ് ടി, ഒരു കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ലിമിറ്റ് നോക്കാമല്ലോ. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഫൈ എൻ ഓഫ് ടി എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഫൈ എൻ ഓഫ് ടിയുടെ ഡെഫിനേഷൻ കൊടുത്തു. ബട്ട് ഇനി ഓരോ ഫംഗ്ഷൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി വരും, ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി വരും. ലിമിറ്റ് n അവിടെ വേരി ചെയ്യുന്നുള്ളൂ. സോ എഫിൻ്റെ ലിമിറ്റ് എഫ് ആയത് കാരണം നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് കിട്ടും. ബട്ട് ദാറ്റ് വാസ് അവർ ഡിഫൈൻഡ് ഫൈ ഓഫ് ടി. ഓക്കെ, സോ നമുക്ക് സീക്വൻസ് ഫൈ എൻ യൂണിഫോംലി കൺവേർജൻ്റ് ആണ് കിട്ടി. ആൻഡ് ലിമിറ്റ് എന്താ കിട്ടി, ഫൈ ഓഫ് ടി ആണ് കിട്ടി. Therefore limit n ടെൻസ് ടു ഇൻഫിനിറ്റി ഫൈ ഓഫ് ടി എന്ത് കിട്ടി, ഫൈ ഓഫ് ടി ആണ് ഫോർ എവറി ടി കമ്മിങ് ഫ്രം ക്ലോസ് ലെവൽ എ ബി ആൻഡ് ദ കൺവേർജൻസ് ഇസ് യൂണിഫോം. അത്രയും കാര്യം നമുക്ക് കിട്ടി. ദിസ് ഇസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 5. ഇനി നമ്മൾ സീക്വൻസ് ഫൈ എൻ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു യൂണിഫോം കൺവേർജൻ്റ് ആയിട്ടുള്ളൊരു സീക്വൻസ് കിട്ടി. തിയറം നമ്മൾ 11 നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകും. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പോകും, ലിമിറ്റുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോകുകയാണെന്നുള്ളത്. യൂണിഫോം കൺവേർജൻസ് ആയത് കാരണം ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും.
ഓക്കെ, സോ അവിടെ എന്താ വരുന്നത് നോക്കൂ, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് കാണും. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഫൈ എൻ ഓഫ് ടി എന്ന് പറയുന്നതും ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് ടി ടെൻസ് ടു ഫൈ എൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. ലിമിറ്റിൽ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. ഇത് പോസിബിൾ ആണ് പ്രൊവൈഡഡ് ദ കൺവേർജൻസ് ഇസ് യൂണിഫോം. ഫൈ എൻ യൂണിഫോമിലി കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യമൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഫൈ എൻ ഓഫ് ടി എന്താണ്, ഇത്രയും ഭാഗം നോക്കിയാൽ ദാറ്റ് ഇസ് അവർ ഫൈ ഓഫ് ടി. സോ ദിസ് ഇസ് ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഫൈ ഓഫ് ടി. ഇവിടെയോ ഇത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഫൈ എൻ ഓഫ് ടി എന്താ, എഫ് എൻ ഡാഷ് ഓഫ് എക്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ഇത് നമ്മളിവിടെ റീപ്ലേസ് ചെയ്തു. സോ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഫൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടി. നോ ലിമിറ്റ് ടി ടെൻസ് ടു ഫൈ ഓഫ് ടി, വാട്ട് ഇസ് ഫൈ ഓഫ് ടി? Phi of t is by definition f of t minus f of x by t minus x. So limit t tends to x, therefore limit t tends to x phi of t എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈ ഓഫ് ടിക്ക് പകരം നമ്മൾ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് റിപ്ലേസ് ചെയ്തു. ഇവിടെ എഫ് എൻ ഡാഷ് ഓഫ് ലിമിറ്റ് ടെൻ ടെൻഷൻ എഫ് എൻ ഡാഷ് ഓഫ് അങ്ങനെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, താഴെ നോക്കുമ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ടി മൈനസ് എക്സ് എന്നുള്ള ഈ റിലേഷൻ എന്താ, ദിസ് ഇസ് അവർ എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് ആർ എച്ച് എസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഫോർ വി ഗോട്ട് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻഷൻ ഇൻഫിനിറ്റി എഫ് എൻ ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഇതിവിടെ ഈ തിയറം 7.11 അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഏത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ എൻ ഡാഷ് ഓഫ് എക്സ് എന്ന് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫൈ എൻസും ഫൈ ഓഫ് ടി ഡിഫൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞായിരുന്നു. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, സോ ഫൈ എൻസിൻ്റെ യൂണിഫോം കൺവേർജൻസ് പ്രൂവ് ചെയ്യണം, എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഈ തിയറം പറഞ്ഞത്രയുള്ള ഒരു സീക്വൻസ് എഫ് എൻ തന്നിട്ടുണ്ട്. അത് ഡിഫറൻഷ്യബിൾ സീക്വൻസിൻ്റെ ഫങ്ഷൻസ് ആണ്. ഏതൊരു പോയിൻറ്റ് എക്സ് നോട്ടിൽ ഓൺ സം പോയിൻറ്റ് എക്സ് നോട്ട് സീക്വൻസ് എഫ് എൻ ഓഫ് എക്സ് എന്താണ്, എഫ് എൻ ഓഫ് എക്സ് നോട്ട് കൺവേർജൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. മാത്രമല്ല ഡെറിവേറ്റീവ് സീക്വൻസുകൾ എഫ് എൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഡെഫ് എൻ ഡാഷുകൾ ആ സീക്വൻസ് യൂണിഫോംലി കൺവേർജൻ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പിന്നെ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ പറയണത്. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് നമുക്ക് ഈ തിയറം നമ്മൾ അവസാനിച്ചു. ഓക്കെ, ഇതിന് നമുക്ക് ഒരു തിയറം കൂടിയുണ്ട്. 1-2 മാക്സിമം 2-3 ക്ലാസ് കൂടെ മതിയാവും ലെക്ചർ അവസാനിപ്പിക്കാനായിട്ട്. താങ്ക് യു.